ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. നമ്മൾ വന്നിട്ടുള്ള സുധിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഡേറ്റാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സുധിൻ്റെ 100ാമത്തെ ഇതിലുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുക. ഇതിലെ ബഗ്ഗറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാം ഗായ്സ്. ഇവിടെ ആദ്യം തന്നെ ഒരു ബട്ടൺ ഉണ്ട്, നെക്കി വെക്കാം. അപ്പോൾ നമുക്കിത് നെക്കാം. ഓ ഗായ്സ്, നമ്മൾ ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് വീട്ടിനുള്ളിൽ കയറി പ്ലഷർ പൈറ്റുമ്പോൾ ചവിട്ടി ഡോർ ഇറങ്ങി. ഗായ്സ്, ഇതാണ് സുധിൻ്റെ ആർമർ സ്റ്റാൻഡ്. ഈ ആർമർ ഇങ്ങനെ ആയ കാരണം നോക്കണ്ട കേട്ടോ ഗായ്സ്. ഞാനിത് ഇത് കാരണം മറ്റേ ടെക്സ്ചർ പാക്ക് അതങ്ങനെ ഗായ്സ് കണ്ട, ടെക്സ്ചർ പാക്കിൻ്റെ അതാണ്. നമുക്കിത് നെക്കാം. അപ്പോൾ വേറെ സീനില്ല ഗായ്സ്, നമ്മൾ നിൽക്കാം. മരണമാസ് ഗൈസ്. അപ്പം നമ്മൾ ഇതാണ് രസം ഗൈസ്. പക്ഷെ ഇതായിരുന്നു ആദ്യത്തെ. ഗൈസ് ആദ്യത്തെ തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നെക്കി ആക്കാട്ടോ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ 2 പ്ലെയർ ഹെഡ് ഉണ്ട്. അത് ബഗ് അടിച്ചിട്ടാണ് ഗൈസ്, മറ്റേ മോഡില്ലാത്ത കാരണം, അല്ലെങ്കിൽ പൊളിക്കും. അവിടെ 2 ബുക്ക് ഷെൽഫ് ഒക്കെ ആയിട്ട് ഒരു ഉണ്ടർമാനൊക്കെ ഉണ്ട് അവിടെ ഗൈസ്. അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇയാൾ ഇവിടെ പണിക്ക് വന്നതായിരുന്നു. ഇയാൾ ക്ഷീണിക്കുമ്പോൾ ഒരൊറ്റ അടി എടുക്കുക. അപ്പോൾ ഇയാൾ തുടങ്ങണം, അതാണെന്ന് തോന്നുന്ന സ്റ്റോറി. അപ്പോൾ നമുക്ക് പോവാം. അയാൾക്ക് പേരുണ്ടാ ഇല്ല ഗൈസ്, പേരില്ലാത്ത ആളാണ്. നമുക്ക് ദാമു എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, ദാമു സുധിൻ്റെ പട്ടിൻ്റെ പേരല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തത് കൊടേ എന്തോ ഒരു സാധനം ഉണ്ട് ഗായ്സ്. നമുക്ക് ഇത് മറ്റേതാണ് ഗായ്സ്, മറ്റേ ഡ്രസ്സിങ് റൂം പോലത്തെ. ഇതിനുള്ളിൽ ആക്സ്, പിക്കക്സ്, ചെസ്റ്റ് പ്ലേറ്റ് ഇതൊക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ പിന്നെ ഒരു ഇതുണ്ട്, ബാനർ ഗായ്സ്. ഇത് പൊളിയാട്ടോ. ഇവിടെ ബാരലുണ്ട്. ഓ ഗായ്സ്, ടോട്ടം നമ്മളെ മുഖ്യം പിക്കല് ഗൈസ്. ടോട്ടം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്തോരൊന്നുണ്ട് ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹൗസ് തുടങ്ങിയത്, ഈ ഹൗസ് ഉണ്ടാക്കിയത് 24 ജൂൺ 2023 നമുക്ക് അടിക്ക് പോവാം ഗൈസ്. ഇവിടെയൊക്കെ ലാൻഡ്രീനൊക്കെ വെച്ചാണല്ലോ ഡിസൈൻ ചെയ്യില്ല ഗൈസ്. ഏതാല്ലേ സുധിക്കില്ലാടി തന്നെ. ഗോഡ് ഓഫ് യൂട്യൂബർ ഹാർഡ് വർക്കിംഗ് യൂട്യൂബറാണ് ഗൈസ് സുധി. ഇപ്പോൾ ബിൽഡ് എൻഡ് ഹബ് ഇതെന്താ ഗൈസ്, പ്രൊജക്റ്റ് ബോർഡ്. ഇത് പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞാൽ വെക്കണ ബോർഡാണ്. ബിൽഡ് എൻഡ് ഹബ്ബ്, എൻഡിലത്തെ ഹബ്ബ് ബിൽഡ് ചെയ്ത് എൻഡിലേക്കുള്ള ബിൽഡ് റാദി ടൗണ് ബിൽഡ് ചെയ്ത് മീൻകുട്ടിക്കുള്ള മൈനിങ് ഏരിയ ബിൽഡ് ആവും ചെയ്ത് മെഗാ അയൺ ഫാമും സുധി ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഡ്രാഗൻ്റെ തലി ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഈ പ്ലെയർ ഹെഡൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഇതൊക്കെ ഫിഷിൻ്റെ അങ്ങനത്തെ എന്തൊക്കെ ആയിരുന്നു. ഇതൊക്കെ മാറി ഒരുമാതിരി ഞാൻ ടെക്സ്ചർ ഇടാത്ത കാരണം അങ്ങനെ ആയതാ ഗൈസ്. നമുക്കിത് വായിച്ചു നോക്കാം. ഹൗസ് തുടങ്ങിയ അത് കൺട്രോൾ. ഓക്കെ താങ്ക്സ് ഗൈസ്. ഇവിടെ UFO എൻഡർമാൻ ഫാം അതും ഉണ്ട് ഗൈസ്. നമുക്ക് പോയി കാണണം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഗായ്സ്, ഇവിടെ എന്തൊക്കെയോ കുറേ ബിൽഡൊക്കെ ചെയ്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷൊന്നും തലയിലേക്ക് വരുന്നില്ല. ഗായ്സ് ഇതെന്തോ അധികമാവട്ടെ, നമുക്ക് പോവാം. ഇപ്പം ഒന്ന് മനസ്സിലാവുന്നില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങി കയറുക, ഇങ്ങോട്ട് വരിക, ചാടുക. അപ്പോൾ ഇവിടെ ഒരാൾ കുക്കറാണ്. അയാളുടെ കയ്യിൽ കോളും ഉണ്ട്. അപ്പോൾ അയ്യോ, അയാളെ പാൻറ് വരിക്കുന്നുണ്ട്. അയ്യേ, അപ്പോൾ എൻ്റെ പണിയൊന്നുമില്ല കേട്ടോ ഗൈസ്, ഇത് അറിയാണ്ടായതാ. ഇയാളാണ് കുക്കർ. ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല ഗൈസ്. ഭാരത്തിന് 2 ഗോർലങ്ങ, ഒരു സ്റ്റാക്ക് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട് ഗൈസ്.
സുധിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആർമർ കാണാം. പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് 3 മെൻറ്റിങ്ങിൻ്റെ ഒരു ആർമർ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള തട്ടുമ്പോൾ നല്ല രസമുണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലെയർ ഹെഡ് എല്ലാം വിളിച്ചടിച്ചിട്ടാണ്. ഞാൻ പറയുകയാണ്, ഇനി ഏത് സാധനം കാണുകയാണെങ്കിലും വിളിച്ചടിച്ചിട്ടാണ്. ഇവിടെ ഒരു ബാരലുണ്ട്, ഒന്നുമില്ല. ചെസ്റ്റ് ഉണ്ട്, ഒന്നുമില്ല. ഒരു ബെഡ് ഉണ്ട്, ഒരു ചെറിയൊരു കുഞ്ഞു ബെഡ്. നല്ലൊരു വലിയൊരു റൂമിൽ കുഞ്ഞു ബെഡ്. എന്താല്ലേ ഒരു കില്ലാടിയാണ്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിത് കാട്ടാം. അപ്പോൾ നമുക്ക് എന്നിട്ട് മേലെ കയറുക. അപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഉണ്ട്, അത് ബാരലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല. അപ്പോൾ തീർന്നുണ്ട്. ഗൈസ് ഇവിടെ എൻട്ര ചെസ്റ്റ് ഉണ്ട്. അതെന്താ ഗൈസ് സീനില്ല ഗൈസ്. ബോക്സ് 5 എന്നൊക്കെ ഇതൊരു കില്ലാടി തന്നെ. ബാക്കിൽ ലൂമുണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. ഗ്ലാസ്സെന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, മറ്റേ ഗൈസ്. വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നോട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ഓക്കെ ബൈ. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇലക്ട്രിക് എടുത്ത് പറക്കേണ്ടതാണ്. ഞാനതൊന്ന് ചുറ്റി കറങ്ങി നോക്കി ഗൈസ്. ഇവിടെ ആദ്യം തന്നെ പറയാൻ പറഞ്ഞത് താങ്ക്സ് ഫോർ ഡൗൺലോഡിങ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ലാഗ് അടിക്കുക ഗൈസ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട് ദാമു. എൻ്റെ മോനെ ദാമു ഇരിക്കണം നോക്ക്. ഒരു കൈ 2 കൈയും കുത്തി 2 കാലും കൈൻ്റെ അവിടെ കുത്തി യോഗ ചെയ്യാണ് ഗൈസ്. കൊണ്ടില്ലേ ഗൈസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഷിപ്പുണ്ട് ഗൈസ്. ഷിപ്പ് തന്നെയാണ്. ഹൊയ് 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 സ്റ്റോക്ക് അതവിടെയാണ്. ഓക്കെ ഗൈസ് നമുക്ക് പോവാം. ഹൊയ് 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 ഹൊയ്. നമുക്ക് ഇതിലൊന്നും പറഞ്ഞില്ല ഗൈസ്. അതൊക്കെ എന്ത് ചെയ്യും. തൊഴിഞ്ഞു പോവാ കണ്ടില്ലേ ഗൈസ്. സീനില്ല നമ്മൾ തൊഴണപ്പോൾ ഗൈസ്. ഒട്ടകം, സുധിൻ്റെ ഒട്ടകം നമുക്ക് നോക്കാം ഗൈസ്. വെള്ളത്തിൽ കുത്തുപോയി. അതിനെ റെസ്ക്യൂ ചെയ്യണം. സാണ്ടി പോണ്ട് ഗൈസ്. രാത്രിയാവാൻ ഒരു നാളത്തെ നമുക്ക് മുന്നേ ഒറ്റ ഓടലുണ്ട് ഓടുക. നമുക്ക് നേരെ പോവാ. നമ്മൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങാം. നമുക്ക് രാവിലെ ആയി. അപ്പോൾ നമുക്ക് പിന്നെയും കാണാൻ പോവാം. നമ്മൾ സുധിൻ്റെ വേൾഡിൽ ടൂർ പോലെയാണ്. എൻ്റെ രീതിയിലുള്ളൊരു ടൂർ ശരി. ഏതേത് നമ്മൾ ഇങ്ങോട്ട് ചാടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂപ്പർ സ്മെൽട്ടറാണ് സുധിൻ്റെ. നല്ല രസം. ഈ ഡിസൈനൊക്കെ പക്ക ആർട്ടിഫിഷ്യൽ. ഇവിടെ കോഴി വെക്കണം. ഇവിടെ എന്താണ് കുക്ക് ചെയ്യാനുള്ള സാധനം വെക്കണം. ഇവിടെ ഈ ബട്ടൺ നോക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്തിട്ട് വരും. സ്മെൽറ്റഡ് ഐറ്റംസ്. ഓക്കെ അതാണ് സ്മെൽറ്റഡ് ഐറ്റംസ്. ഇവിടെ മെഗാബൈറ്റും ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഈ സാധനം കൊടുക്കുമ്പോൾ ഇവിടെ മെഗാബൈറ്റും ഉണ്ട്. മെഗാബൈറ്റ് തലക്കെ ചൊറിയുന്നത്. മെഗാബൈറ്റും ഉണ്ട്, കിലോ ബൈറ്റും ഉണ്ട് ഗൈസ്.
അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇവിടെ ഒരു ചെറിയൊരു പാത്ത് പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഇതെന്തത് ഇവിടെ ഒരാൾ ഒരാളെ കയ്യിൽ ആപ്പിൾ ഉണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ അതിൻ്റെ അടിയിൽ പെട്ടെടുക്ക് എന്തോ ക്യാമ്പിങ്ങിനായിട്ട് തണലിന് വന്നായിരിക്കും. നമുക്ക് ഇലക്ട്രിക് ഇട്ടിട്ട് പറന്ന് അപ്പുറത്ത് പോവാ. അയ്യോ പക്ഷെ എന്താ അറിയില്ല, മോന്തി മുത്തി വീണ്. ഇവിടെ ആരാ? ജോൺ ഉണ്ട്. ഇവിടെ ജോണുണ്ട്. ജോണിനെ കയറി വെട്ടിക്കണം, അറിയില്ല. ഇവിടെ അർത്തൂറുണ്ട്. അർത്തൂർ തന്നെ വന്നു. നമുക്ക് ഇവിടെ ഗായ്സ് ഒരു ജയിലുണ്ട് ഗായ്സ്. ഇത് നമ്മളെ ജയില്. ഇവിടെ സോംബി ഉണ്ട് ഗായ്സ്. എന്താ എനിക്ക് കടിക്കണന്നെ? കടിക്ക് എന്തേ? ഇവിടെ സോംബി ഉണ്ട്. സോംബിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മോന് സ്പൈഡർ നോക്കി എൻ്റെ കാല് മാത്രം പുറത്ത് കൈ കിടക്കുന്നുണ്ട് ഗായ്സ്. ചേടാ മോനെ ക്രീപ്പർ ഇവിടെ ഒന്നും കാട്ടുമില്ല. ക്രീപ്പറാണ്. പൊട്ടറ ധൈര്യമില്ലാന്ന് ഏതാലേ പൊട്ടന്മാര്. ഡ്രൗണ്ട് വാപ്പാച്ചി അല്ലേ വാപ്പിളി? ഇതാണ് നമ്മളെ വാപ്പിളിക്കൊക്കെ. ഇത് ഡ്രൗണ്ട് ഒന്നും അടിക്കാൻ പറ്റണില്ലല്ലോ. വിടാൻ പറ്റില്ല. ഓ ഗായ്സ് ഇവിടെ എന്താ കൊല്ലാൻ കൊണ്ടുപോകും. ഇവിടെ ചോരൊക്കെ ഉണ്ട് ഗായ്സ്. ഇവിടെ തൂങ്ങി മരിച്ചാ എന്തെങ്കിലും ആവട്ടെ. ഒരു ബട്ടൺ. ഇതാരാ? സ്കെൽട്ടനൊന്നുമുണ്ട് ഗായ്സ്. അത് സ്കെൽട്ടൻ തന്നെ. അതിൻ്റെ കൈ കണ്ടാ മനസ്സിലാവും. ഗായ്സ് തലക്കറക്കണ് ഏതല്ലേ? അതാ ബൈ. ഓ ഫുൾ അയൺ സെറ്റൊക്കെ. നമുക്ക് മേലെ കയറാം. നമുക്ക് മീൻകുട്ടിനെ കാണാം. അപ്പോൾ നമുക്ക് ഗൈസ് ഈ പിഗൊക്കെ നോക്ക് ഗൈസ്. തലയിലൊക്കെ ഇതൊക്കെ ആക്കി പൊളിച്ച് ചളിയിലൊക്കെ വരുന്നുണ്ട് ഗൈസ്. അണ്ടർഗ്രൗണ്ട് വേ. ഓ എനിക്ക് തോന്നണ് ഇത് റാദി കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാൻ വന്ന ആൾക്കാരാണെന്ന് ഗൈസ്. എന്തായാലേ സീൻ ആൾക്കാർ തന്നെ. അപ്പം നമുക്ക് പിഗൊക്കെ അതിൻ്റെ അടി കൂടെ നമുക്ക് വഴിയൊക്കെ കാണിച്ചു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് റാദി കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ ഒരാളെ തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അല്ല രാധികളാവട്ടെ അറിയില്ല. സ്റ്റോറി ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് റാദി കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാം. ഫുഡ് കഴിച്ചിട്ട് കയറുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ റാദി റാണിയായ മീനുക്കുട്ടിനെ കാണുന്നുണ്ട്. മീനക്കുട്ടി ഇത് തിന്നോ? വേണ്ട, നമുക്ക് മീനക്കുട്ടിനെ കാണാം. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് കുറേ കൂയിനെ കൊടുക്കുന്നു. ഇത് കയറി വന്നിടുന്നുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൈററ്റ്സിൻ്റെ എന്താണ് മറ്റേ കപ്പലിൽ ആൾക്കാർ മീനുക്കുട്ടിനെ പിടിച്ചോണ്ടാവാൻ വന്ന്. അത് ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. പിടിച്ചോണ്ടാവാൻ വന്ന്. അപ്പോൾ ഈ രണ്ട് കപ്പലും കൂടി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി മിസൈലും ഇതൊക്കെ കൂടിയാണ് ഗൈസ്. ഒരു മിസൈൽ കണ്ടില്ല ഗൈസ് പോണത് അവിടെ കണ്ട? അത് മിസൈലാണ് ഗൈസ്. അത് അങ്ങനെ ഇവിടെ ഒരാൾ ഒരു ബീരങ്കി പോലത്തെ ഒരു സാധനം, ബീരങ്കി മാഗ്മ ക്യൂബൊക്കെ വെച്ചിട്ട് എറിയുന്നുണ്ട്. ഇതെന്താ? ഇയാൾ ഇത് പിടിക്കുകയാണ്. പിടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ എന്നും മഞ്ഞ് കൂട്ടും. അങ്ങനെയാണിത്. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീനുക്കുട്ടി. എൻ്റെ മോനെ മീനുക്കുട്ടി തിരിഞ്ഞിട്ടൊക്കെ തലക്കെ തിരിച്ചിട്ട് ഏതാല്ലേ? സുതിക്ക് പാവം റിയൽ ലൈഫിൽ മീനുക്കുട്ടീനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്. അത് ശരിക്കും എല്ലാവരും വിചാരം വെള്ളത്തിനാണെന്ന്. പക്ഷെ സീക്രട്ട് ബാങ്കാണ്. മീനുക്കുട്ടീനെ ആരും പിടിച്ചോണ്ട് പോകാണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുക. അത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മീനുക്കുട്ടിക്ക് ഉറങ്ങാനുള്ള ബെഡുണ്ട്. ആർമർ സ്റ്റാൻഡ് ഉണ്ട്. ഇങ്ങനെ ആക്കുന്നുണ്ട് അല്ലേ? അയ്യോ
ഈ ഇവിടെ തന്നെ ഇരുന്നു. എൻ്റെ മോനെ സീനി അറിയില്ല ഗൈസ്. ഞാൻ എന്തോ കാട്ടി കൂട്ടി നമുക്കറിയില്ലേ. നമ്മൾ പോയേ ഗൈസ് ഇങ്ങോട്ടെത്തി. നമുക്കിത് പൂട്ടാം, ആരും കാണണ്ട ഗൈസ്. ഇവിടെ ചോരൊക്കെ കിടക്കുന്നുണ്ട്. വേറെ മേലത്തെ ചോര ഒന്നുമുണ്ട് ഗൈസ് ഫുള്ള്. ഗൈസ് ഇവിടെ ഫോറസ്റ്റ് വാക്കില്ല. യെസ് ഫോറസ്റ്റ് വാക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. പുറത്തേക്ക് ഇറങ്ങി. ഓക്കെ ഗൈസ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കണ്ട ഗൈസ് 2 ഭടന്മാർ. എൻ്റെ മൂന്ന് യാറത് ഇങ്ങനൊക്കെ ഇരിക്കും കൂട്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീനുകുട്ടി സ്റ്റാച്ചു ഉണ്ട്. കണ്ടില്ലേ ഗൈസ് മീനുകുട്ടീൻ്റെ സ്റ്റാച്ചു കണ്ടില്ലേ, സെറ്റില്ലേ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മത്തങ്ങുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പേടി വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താ ഇത് മനുഷ്യനാണല്ലേ. അയ്യോ ഇവര് ഫിഷൊക്കെ പിടിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾ മത്തങ്ങ വിൽക്കാൻ ഇരിക്കുകയാണെന്നുണ്ട് കന തോന്നണേ. അങ്ങനെ ഇവിടെ കുറച്ച് ഹെവിയിലൊക്കെ ഉണ്ട്. ഡിസൈൻ ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ടൗണാണ് ഗൈസ്. ഇത് ബ്ലാക്ക് സ്മിത്തിൻ്റെ ടൗണ്. ഇത് മറ്റേ ഫൗണ്ടെയിന് ഗൈസ്. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇതെന്താ ഗൈസ് ഇത്രയും ചെറിയ ആൾക്കാർ. ലില്ലിപ്പാടൊക്കെ നോക്കുക ഗൈസ്. സെറ്റില്ലേ, വലിയൊരു സെറ്റ് വാട്ടർ ഫൗണ്ടെയിനും. നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരെന്താ കേരങ്കനുണ്ട്. കേരങ്കൻ്റെ ഒരു കൊട്ടാരം. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷീപ്പുണ്ട്. ഗൈസ് ഇവിടെയൊക്കെ നല്ല ലാഗ് അടിക്കുന്നുണ്ട്. നല്ലൊരു സ്പെക്കുള്ള എന്തെങ്കിലും എന്താ എന്തോ ആയല്ലോ അതിലാട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മറ്റേ സീജൻ്റെ ഒക്കെ ഒരു സ്ഥലം പോലെ വട്ടത്തൊരു വലിയൊരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആയിട്ട് ഒരു സാധനം പോകുന്നുണ്ട്. അത് പറഞ്ഞു കാണിച്ചു തരാം. നോക്കട്ടെ. കുഴപ്പമില്ല ഗൈസ്. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇവിടെ ബോൺ മീൽ ഫാം ഇങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ അത് ഇട്ടുണ്ട്. ടെറാക്കോട്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാൻ പോവാണ്. പോവാൻ പറ്റില്ലേ ഓക്കെ. ഇവിടെ കുറെ മിഷൻസ് വർക്ക് ചെയ്യുന്ന കാരണമുണ്ട്.
നമുക്ക് ഇവിടുന്ന് പഠിക്കാം. ആദ്യം കടന്നുറങ്ങണ്ട സീന്. ഇതാ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊളിക്കും. എത്ര ദൂരമാണ് പോകേണ്ടത്? ബെഡിനൊന്നും അടുത്തേക്ക് നിൽക്കാൻ വയ്യ. നല്ല ലേങ്ങുണ്ട് തോന്നുന്നുണ്ട്. ബെഡ് പൊട്ടിച്ചെടുക്കുക, ഇങ്ങോട്ട് വരിക, ഫുഡ് ആയിക്കോട്ടെ. ഗോൾഡൻ ക്യാരറ്റൊക്കെ നമ്മൾ തേക്കുള്ളൂ. അതൊക്കെ നമ്മളങ്ങനല്ലേ സീനല്ലേ നമ്മളെ. അതാണ് ഞാൻ സീന. ഒരു 8 കാലി കെട്ടുകല്ലിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാം. അരെ ബാപ്പുട്ടിക്കാർക്ക് സുഖല്ലേ? അയ്യോ ചത്ത്. സമയം നമ്മൾ കൊന്നിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മളെ ഐ തിങ്ക് ചെസ്റ്റ് റൂം ആണെന്നുണ്ട്. വീട്ടാ നമ്മുടെ മക്കളെ ചെസ്റ്റ് റൂം ആണെന്നുണ്ട്. കല്ല് കായ്സ് ഒന്നുമില്ല. ഇതിനുള്ളിലേക്ക് ഗ്രാസ് ബ്ലോക്ക്, ഡീപ് ഫ്ലീറ്റ്, കുറേ സാധനം ഉണ്ട്. ഇതിനുള്ളിൽ കുറേ ഷൾക്കേഴ്സ് ഉണ്ട്, ഷൾക്കർ ബോക്സും ഒക്കെ. ഇവിടെ ആൾറെഡി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, തലമാരുണ്ട്, പുറത്തൊരു തലമാരുണ്ട്, തലൊക്കെ ഉള്ള ഇതാരോ ഗിഗാബൈറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ കിലോബൈറ്റും ഉണ്ടാവും. അല്ല ടെറാബൈറ്റാ, ഗിഗാബൈറ്റും ടെറാബൈറ്റും ഏതല്ലേ? ഫുള്ളും പേഴ്സ് തന്നെ. സെറ്റ് പേരാ. ഇതൊക്കെ ഇത് എവിടെ നിന്നായിരിക്കുമല്ലേ കിട്ടണ ഗൈസ്? പൊളിയില്ലേ സീനില്ലേ? സീന് സുതിയില്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. സുധീനൊക്കെ നിങ്ങൾ ഗൈസ് ഉണ്ടെന്നപ്പോൾ ശ്രദ്ധിച്ചേ. സുധീൻ്റെ ഇതല്ലേ ഇത്? എന്ത് ആദ്യത്തെ ബ്ലോക്ക് ഇതിൻ്റെ ബ്ലോക്കൊക്കെ അവിടെ ഉണ്ട്. ആദ്യം മുറിച്ച മരം അങ്ങനെ. അപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഹാങ് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങോട്ടൊക്കെ വേണ്ട ഗൈസ്. ഈ ശ്രുതി എല്ലാ സ്ഥലത്തും ഓരോ കുന്തം കുത്തി ഉറച്ച് വെച്ചിട്ട് ഗൈസ് ആയിട്ടൊന്നും കിട്ടണില്ല. നമുക്ക് നെതർക്ക് പോയി നോക്കണം. അതിന് വേണ്ട. ഗൈസ് പറക്കാൻ പറ്റില്ല ഗൈസ്. ഒരു ഫുള്ള് തട്ടിപ്പോയി. നമുക്ക് കൂടുന്നു തെറിക്കണം. പക്ഷെ എന്താ അത്? ഓക്കെ ഗൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ല അങ്ങോട്ട് വേണ്ട. അയ്യോ പുറത്തോ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നെ നോക്കാം ഗൈസ്. ഞാൻ എടുക്കാൻ പോകുന്നു ഗൈസ്. 100ാമത്തെ എപ്പിസോഡ് വരെയുള്ള കുറച്ചുണ്ടാവുള്ളൂ. ഇനി നോക്കട്ടെ, തപ്പി പിടിച്ച് കൊണ്ടുവരണം ഗൈസ്. അല്ലെങ്കിൽ ശരിയാവില്ല. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് വെക്കുക ഗൈസ്. എന്നാൽ ടിങ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നോളും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നെതർക്കാണ് പോണേ. സേഫ്റ്റിക്ക് ഇതൊക്കെ മാറ്റിയിടാം. എനിക്ക് നല്ലൊരു രസമുള്ള ഇതാണ് ഗൈസ്. ഈ സുധി ഒരു കില്ലാടി തന്നെയല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, ഞാൻ കളിക്കുന്ന മൈൻക്രാഫ്റ്റ് വിത്ത് ആഡ്സിൻ്റെ ടഫാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ടെറൈൻ ജനറേറ്റിംഗ് വേൾഡ്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ടെറൈനാണ്. കുറച്ച് നേരെടുക്കും വരാനുണ്ട് ഗൈസ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇത് എത്താത്ത എന്താ ഗൈസ്? സീനാട്ടോ ഗൈസ്. ഇത് എത്തണില്ല ഗൈസ്. എന്തൊരു കഷ്ടമല്ലേ ഗൈസ്, എന്തൊരു കഷ്ടമാണ് ഇത്. വരുന്നില്ല ഗൈസ്. അയ്യോ ഗൈസ് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്താ അത് ഇതായിരുന്നില്ലേ ഗൈസ്? നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. സീനില്ല എൻ്റെ അടി കണ്ടോണ്ടൊക്കെ വെച്ചിട്ട് തൊടാൻ പറ്റുന്നില്ല ഗൈസ്. അവിടെ മേലക്കോ സീനില്ലേ? വാവ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എന്തുണ്ടെങ്കിൽ ഫുള്ള് നെതറിൻ്റെ ബ്ലോക്സ് ഗൈസ്. ഓക്കെ നമുക്ക് മേലക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെ എന്നിട്ട് തിരിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് റെയ്ഡ് ഫാം ഇവിടെയാണ് ഇലക്ട്രിക് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ശരിയല്ല
ഇവിടെ സുതി അങ്ങോട്ട് പണിയൊന്നും ഇട്ടില്ല. അതുകൊണ്ട് പണിയെ നിങ്ങൾ പൊളിക്കും ഗായ്സ്. നോക്ക് ഗായ്സ്, വിത്ത് ആക്ഷൻ സ്റ്റാൻഡ് സ്റ്റഫിൽ നല്ല രസമുണ്ടല്ലേ ഗായ്സ്. ഗായ്സ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. ഗായ്സ് നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. ജസ്റ്റ് പ്ലേറ്റ് ഒക്കെ അടച്ചാൽ അല്ലെങ്കിൽ സീനാണ്. ഗോൾഡൻ ക്യാരറ്റും കിട്ടാം. മാസ്കോടെ കുടിച്ചിട്ട് ബിൽഡിംഗ് ടറൈൻ തന്നെയാണ് ഗൈസ് പിന്നും കാണിക്കുന്നത്. ഗൈസ് ഒന്ന് പെട്ടെന്ന് വരെയല്ലേ പൊളിക്കും. ഇത് കുറേ നേരം എടുക്കുന്നുണ്ട് ഗൈസ്, സീനാട്ടോ ഗൈസ്. ഫോണൊക്കെ ഇസ്തിരിപ്പെട്ടി പോലെയായി ഗൈസ്. ആർക്കുണ്ടല്ലേ ഞാനല്ലേ പോകും അറിയില്ല. ഇതെല്ലാം പൊട്ടിച്ചെടുക്കുകയാണ്. ശരിയാകടിയില്ല. ഓക്കെ നമ്മൾ വെച്ച് ഇവിടെ ഓരോ കുറേ സാധനം ഉണ്ടെന്നുണ്ട്. പക്ഷെ അടുത്ത സിസ്റ്റം അത്ര നടന്നിട്ടില്ല കേട്ടോ. വേറെക്കായിട്ട് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയറാം. വേറെ വൈകില്ല നമ്മൾ പോകുകയാണ്. നമ്മൾ നേരെ ഇവിടുന്ന് തുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ഹോ ഗായ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ് ഈ കാട്ട് നോക്കാൻ? എന്താ ഇവിടുന്ന് ഫോണായിരുന്നു എനിക്ക് കിട്ടൊന്നും പോരെ. ഫോണേണ്ട് വരുന്നേ ഗൈസ്. ഇവരൊക്കെ ഇവിടുന്ന് വരുന്നേ ഇവരെന്നെ അടിച്ചിട്ടില്ല, അപ്പോൾ വലിയ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഇലക്ട്രിക് എടുക്കാം. ഗൈസ് പറക്കാൻ എന്ത് ശല്യമാണ്. പറ്റണ ഗൈസ് നമുക്ക് നടന്നു തന്നെ പോവാം, ശരിയാവില്ല ഗൈസ്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗാർഡിയൻ ഫാമിൽ കൂടി ഒന്ന് റീഡ് അടിച്ചിട്ടല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഗൈസ് അങ്ങായി അപ്പം റെഡിയായി ഗൈസ്. നമ്മൾ നേരെ വരികയാണ്. അങ്ങോട്ടാണ് ഗൈസ്. ഇനി ഇത് നമുക്ക് ഇനി ഇങ്ങോട്ട് പോകാനുള്ളൂ. ഗൈസ് ഫുഡ് മോനെ ഇതെന്താ ഗൈസ്. സിംഗിൾ കാറ്റും ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെയാണ് വരുന്നതെന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ അങ്ങനെ വരുന്നത് ഇവിടെ തന്നെ. നമുക്ക് ലെതർ പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കയറണ്ട, നമുക്ക് പോവാം ഗൈസ്. നമ്മൾ ചാടി ചാടി വരിക. അയക്ക് പോവാനെന്ത് പണിയാണ്. ഇതെന്ത് പ്രശ്നമാണ് ഗൈസ്. ഇതൊരു കഷ്ടമാണെന്ന് അറിയോ. ഇതെങ്ങണ്ട റോക്കറ്റ് ഫാക്ടറി, ഡെസേർട്ട് ഫാക്ടറി ഐലൻഡ്. റോക്കറ്റ് ഫാക്ടറിക്ക് പോയി നോക്കണം ഗൈസ്. ഇതെങ്ങണ്ടായിരുന്നു? ഇത് റോക്കറ്റാ? അല്ല, റോക്കറ്റ് ഡിസൈൻ ഉണ്ട്. അതന്നെ ഗൈസ്. ഇങ്ങണ്ടാണ് റോക്കറ്റ് ഗൈസ്. നോക്കൊരു ഒരു 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 കാൻഡി ലുക്കില്ലേ, ഒരു എന്തിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഗൈസ്. നമുക്ക് പോവാം. ഓക്കെ ഗൈസ്. ഓക്കെ എനിക്ക് എൻഡിലേക്ക് പോകണമെന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ എൻ്റെ ഒരു കില്ലാടി തന്നെയാണ് എൻ്റെ ആണ് ഗൈസ്. ഐ തിങ്ക് സൂതി എൻഡ് ഫാം ഉണ്ടാക്കിക്കണോ, എൻഡർമാൻ ഫാം ഉണ്ടാക്കിക്കണോ, ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഉണ്ടാക്കിക്കണെന്ന് എൻ്റെ ഓർമ്മയിൽ ഗൈസ്. റോക്കറ്റ് ഫാക്ടറി ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ചാത്തായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതെന്താ സീനില്ല ഗൈസ്. ഈ ലിബർ പിടിച്ച് നിൽക്കണം ഗൈസ്, എന്നാലേ ആൾക്കാരൊക്കെ കൊണ്ട് വരാവുള്ളൂ. അയ്യോ ഗൈസ്, കില്ലാടി മാമൻ. ഹലോ കില്ലാടി മാമ, സുഖല്ലേ ഗൈസ്? സോൾ സ്പീഡ് അല്ല ഷിഫ്റ്റ് സ്നീക്കുള്ള കാരണം സുഖമായി ഗൈസ്. നമുക്ക് അടിക്ക് പോയി നോക്കാം. സുധി കില്ലാടി ഉണ്ടല്ലോ പക്ഷെ ഒന്നും ഇല്ല. കുറേ ഉണ്ട് ഗൈസ്.
എന്തായാലും സുതിനെക്കാട്ടി മുന്നാടിയോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഗൈസ് ഇതാണ് സുധിൻ്റെ റോക്കറ്റ് ഫാക്ടറി കണ്ടില്ലേ ഗൈസ് കാണിച്ചു തരാം ഫ്രണ്ടിൽ പോയി കാണിച്ചു തരാം അയ്യോ ഓ ഗൈസ് ഇപ്പോൾ പോയായിരുന്നു പടുത്ത് പോകാൻ വേണ്ടി ഗൈസ് കണ്ടില്ലേ ഒരു ക്രീപ്പറണ്ണാച്ചി നിന്ന് വെച്ചിട്ട് ക്രീപ്പറണ്ണൻ്റെ മുഖവും ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഈ മോനെ ഓ ഇറങ്ങി സേഫ് ലാൻഡിങ് ഗൈസ് ക്ലൗഡ് ഗൈസ് ഇതിനെ നമുക്ക് പെട്ടിയിലാക്കി കൊണ്ടുപോയാലോ ക്ലൗഡിനെ ഇതൊക്കെ എന്തത് ഏതത് സ്റ്റീക്കൊക്കെ സുധിൻ്റെ വേൾഡിൽ വരുമ്പോൾ അതിൻ്റെ മാനേഴ്സിൽ വരണം സ്റ്റീക്കൊന്നും നമുക്ക് ആവശ്യമില്ല വീറ്റ് സീഡൊക്കെ എന്തിനാ നമുക്ക് ഗോൾഡൻ കയറിയില്ല ഗൈസ് ഗൈസ് ഈ ചെയിനൊക്കെ വെച്ചാൽ നമുക്ക് ചെയിൻ്റെ മേലെ നമുക്ക് ഉറങ്ങണ്ടേ ഗൈസ് നമ്മൾ വെറുതെ തിരിഞ്ഞൊരു കാര്യമില്ലല്ലോ അപ്പോൾ ഗൈസ് നമ്മൾ ക്രീപ്പറിൻ്റെ മേലിൽ തന്നെ പോയിട്ട് ഉറങ്ങുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് ഓക്കെ ഗൈസ് നമുക്ക് ഇനി അടിയിൽ തന്നെ പോകണം ഗൈസ് അങ്ങനെ അങ്ങനെ തന്നെ ഗൈസ് അയ്യോ പോകണ്ട പോകണ്ട അയ്യോ ഗൈസ് കയറാനും പണിയാ പറക്കാനും പണിയാ ഫോൺ കാരണം ഗൈസ് എന്ത് പണിയാണെന്ന് പറയും ഗൈസ് നമുക്ക് പോവാം ഗൈസ് ഇത് പറക്കാൻ നോക്കണേ പറക്കാൻ വേണ്ടി ഒരു കൊല്ലം കഷ്ടപ്പെടുന്നു നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് കാട്ടണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗൈസ് ഗാസ്റ്റിൻ്റെ സൗണ്ടല്ലേ ഗൈസ് എന്തൊക്കെ കുതിരയായിട്ട് നടക്കണ പോലെ സൗണ്ട് ഗൈസ് എന്തിനൊക്കെ സൗണ്ടൊക്കെ വരുന്നുണ്ട് അയ്യോ ഓ അയ്യോ ഗൈസ് പോണില്ലേ നമ്മൾ ഇറങ്ങാൻ കേട്ട കഷ്ടപ്പാടേ ഇറങ്ങണ്ടേ എന്തല്ലേ വേണ്ടേ ഏതാ അങ്ങനെ തന്നെയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങോട്ട് വരണം എൻഡ് പോസ്റ്റ് റൂം വില്ലേജർ ഔട്ട് പോസ്റ്റ് ഗൈസ് കുതിര അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ പോവുകയാണ് ഓക്കെ ഗൈസ് ഇവിടെ തിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇവിടുന്ന് ഇങ്ങനെ ഗൈസ് ഇത് പറക്കാൻ എന്ത് പണിയാണ് ഇതെങ്ങോട്ടുള്ള വില്ലേജർ ഔട്ട് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇത് ഗൈസ് വില്ലേജർ ഔട്ട് പോസ്റ്റ് തന്നെയാണ് തോന്നില്ല തന്നെയാണ് ഗൈസ് വില്ലേജർ ഔട്ട് പോസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ലാഗ് അടിച്ചിട്ടേ എന്നാലും ഒരു പൊറുതേടുണ്ട് ഗൈസ് നമ്മൾ വില്ലേജർ ഔട്ട് പോസ്റ്റിൻ്റെ അടുക്കാണ് പോണതെന്ന് തോന്നുന്നു ഓ ഗൈസ് അല്ല ഗൈസ് എൻ്റെ പോർട്ടൽ റൂമാണ് ഇപ്പോൾ കാര്യം ഇവിടുത്തെ ജോലിക്കാരുണ്ട് ഗൈസ് മഴ ഇതാ ഗൈസ് നമ്മൾ കണ്ടു വരുന്നതിന് ഗൈസ് ആ ക്രിസ്റ്റലൊക്കെ നോക്ക് നമുക്ക് എൻ്റെ പോർട്ടൽ പോവാം ചെണ്ടിൽ പോവാ ഗൈസ് നമ്മൾ ഈ വീഡിയോത്തിൽ വലുതായിട്ട് കുറച്ച് ഇത് കൂടുതലായിരിക്കും ഗൈസ് കീപ്പിംഗ് വേണ്ടി വേണം കേട്ടോ ഗൈസ് ഇവിടുന്ന് ഏറ്റവും വീണെല്ലാം പോവും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് പേടിയാണ് ഗൈസ് നോക്ക് UFO ഗൈസ് ഓ ശ്രുതി കൊടുത്ത എല്ലാ പില്ലറും തകർത്ത് ഗൈസ് ഗൈസ് ഒരു ഡൗട്ട് ശ്രുതി ഇപ്പോൾ
എല്ലാ പില്ലലും തകർത്തില്ലേ. ഇനി ഇവിടെയൊക്കെ ഓരോ സാധനം വെച്ചിട്ടുണ്ടാവൂലേ. ഇത് കുറച്ച് മുന്നത്തെ ആയിരുന്ന സാധനമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ശ്രുതി ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാവൂലേ. ആ സമയത്ത് ഇതാ ഡ്രാഗനായിട്ട് സ്പോൺ ചെയ്യണമെന്ന് വിചാരിച്ചോ. നോക്ക് എന്തെങ്കിലും ആവശ്യത്തിനേറ്റെ. എന്തായിരിക്കും ഫുള്ളും പോയില്ല. ഇതിനൊക്കെ ആ ഡ്രാഗൺ തകർത്ത് കൊല്ലു ഉറപ്പാ. UFO ഒക്കെ നല്ല രസമുണ്ടല്ലേ. പൊളിയില്ലേ. നോക്ക് ഇവിടെ. ഓക്കെ ഞാനൊരു ട്രിക്ക് നോക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ. താങ്ക്സ്.